മാമ്പഴവും മാവുമരവും. ഒരു അഴകാർന്ന കാട്ടിൽ റാണിക്കാക്കയും ലൂസിപ്രാവിനും സ്വന്തമായി ഒരു വലിയ മാവ് തോട്ടമുണ്ടായിരുന്നു. അതേ കാട്ടിൽ മീനുകുരുവി തന്റെ മകൾ സാറയുടെ കൂടെ ജീവിച്ചിരുന്നു. കുഞ്ഞു സാറയ്ക്ക് മാമ്പഴം ഒരുപാട് ഇഷ്ടമായിരുന്നു. സാറയ്ക്ക് മാമ്പഴം മാത്രമല്ല മാവും മരവും ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറ തന്റെ 2 കൂട്ടുകാരായ നല്ല സഹോദരങ്ങളുണ്ടായിരുന്നു. ദിനവും അവൾ അവരുടെ കൂടെ മാവ് തോട്ടത്തിൽ കളിയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ സ്കൂളില് സാറ മോളെ, എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത്? നീ സ്കൂളുള്ളപ്പോഴും ഇങ്ങനെ രാവിലെ എണീക്കാറില്ലല്ലോ. അമ്മേ, അത് ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ മാന്തോപ്പിൽ പോയി കളിക്കാണ്. അതും പറഞ്ഞ് സാറ തന്റെ കൂട്ടുകാരുടെ കൂടെ വളരെ സന്തോഷത്തോടെ മാവ് തോട്ടത്തിലേക്ക് പറന്നുപോയി. എന്റെ മോൾ സാറയെ ഓർത്ത് എനിക്ക് വളരെയധികം പേടിയാവുന്നുണ്ട്. ആ മാന്തോട്ടത്തിന്റെ സ്വന്തക്കാരായ റാണി വളരെ ദേഷ്യക്കാരാണ്. അവർ സാറയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയുണ്ട്. അതേസമയം മാന്തോട്ടത്തിൽ വന്ന 3 കൂട്ടുകാരും കൂടി ഒന്നിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങി. സാറ, എല്ലാ ദിവസവും ഇവിടെ കളിച്ച് കളിച്ച് മടുത്തു എനിക്ക്. നമുക്ക് ആറ്റിൻകരയിൽ പോയി കളിക്കാം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റാണിക്കാക്കയും ലൂസിപ്രാവും തന്റെ മാന്തോട്ടത്തിലേക്ക് പറന്നു വന്നത്. ഏയ് ലൂസി, കണ്ടോ, നമ്മുടെ മാന്തോപ്പില് മാങ്ങകൾ ഒരുപാട് വിളഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഈ മാങ്ങളൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് എനിക്കൊരു സ്വർണ്ണമാല വാങ്ങണമെന്നുണ്ട്. ഈ മാമ്പഴങ്ങൾ വിറ്റിട്ട് നീ എന്താ ചെയ്യാ? ലൂസി, എന്റെ കയ്യിൽ സ്വർണ്ണമാല ഒരെണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് വിറ്റ് എനിക്ക് നല്ലൊരു സ്വർണ്ണമാല വാങ്ങണം. അങ്ങനെ അവർ 2 പേരും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടികൾ കളിച്ചിരുന്ന പന്ത് വേഗത്തിൽ വന്ന് റാണിക്കാക്കയുടെ മേലെ മുട്ടിയത്. ഏയ് സാറ, ഞാൻ എന്താ എന്റെ കുടുംബക്കാരിയാ? എന്നെ പോലുള്ള ആൾക്കാരൊന്നും എന്നെ വിളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ പണക്കാരാ. നിങ്ങൾ എന്നെ മാഡമെന്നോ സാറെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ. രാജു, രാധേ, നിങ്ങൾ 2 പേരും എന്തിനാ ഈ സാറിന്റെ കൂടെ കളിക്കുന്നത്? ഈ കാട്ടിൽ എത്ര അധികം പണക്കാർ കുട്ടികളുണ്ട്. അവരുടെ കൂടെ കളിക്കാതെ എന്താ? നീ അവരുടെ കുട്ടികളുടെ കൂടെ മാത്രം കളിച്ചാൽ മതി. അതെ അതെ രാജു, ലൂസി ആന്റി പറഞ്ഞ കേട്ടില്ലേ? ഇനിയെങ്ങാനും ഈ സാറിന്റെ കൂടെ കളിക്കുന്ന കണ്ടാല് കൊല്ലും ഞാൻ. ആ പാവകൾ പറഞ്ഞത് കേട്ടപ്പോൾ കുഞ്ഞു സാർ വളരെയധികം സങ്കടപ്പെട്ടു. മോളെ സാറ, എന്തു പറ്റി? കളിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും പറ്റിയോ? വീണോ നീ? എന്തിനാ കരയുന്നേ? ഞാൻ വീണൊന്നുമില്ല. പക്ഷേ റാണി ആന്റിയും ലൂസി ആന്റിയും ഇനി അവിടെ കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അത് മാത്രല്ല എന്റെ കൂട്ടുകാരോട് സംസാരിക്കില്ലേന്നും പറഞ്ഞു. ഇതെന്തായാലും ഒരു ദിവസം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ 2 പക്ഷികൾക്കും പണത്തിനോടുള്ള സ്നേഹം അധികമാണ്. നമ്മളെ പോലുള്ള പാവപ്പെട്ടവരാരും മൈൻഡ് ചെയ്യില്ല. നീ അവരുടെ കൂടെ കളിക്കാൻ പോകണ്ട. കുഞ്ഞു സാറ തന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നത് നിർത്തി. പക്ഷെ അവൾക്ക് മാമരത്തെ പറ്റി എപ്പോഴും ഓർത്ത് സങ്കടപ്പെടും. അതേസമയം സാറയില്ലാതെ കളിക്കാൻ അവർക്ക് 2 പേർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ വീടിന്റെ മുമ്പിൽ ഒരു മാവുമരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആ മാവുമരത്തോട് കളിക്കുമായിരുന്നു. രാജു, ഇവിടെ വളരെയധികം ബോറടിക്കുന്നുണ്ട്. സാറയില്ലാണ്ട് രസമില്ല. വാ, നമുക്ക് കുറച്ച് മാമ്പഴങ്ങൾ എടുത്തിട്ട് സാറിന്റെ വീട്ടിൽ പോകാം. സാർക്ക് മാമ്പഴങ്ങൾ വളരെ ഇഷ്ടല്ലേ? അതും പറഞ്ഞ് അവരുടെ കൂട്ടുകാരെ കുറച്ച് മാമ്പഴങ്ങളും എടുത്ത് സാറയുടെ വീട്ടിലേക്ക് പറന്നുപോയി. സാറാ, നിനക്ക് മാമ്പഴങ്ങൾ ഇഷ്ടല്ലേ? ഞാൻ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മാമ്പഴങ്ങൾ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ 3 പേരും മാങ്ങകൾ സന്തോഷത്തോടെ കഴിച്ചു. ആ മാങ്ങകൾ കഴിച്ച ശേഷം പെട്ടെന്ന് സാറക്ക് ഒരു ഐഡിയ തോന്നി. രാജു, രാധേ, ഇന്നു മുതലേ എന്റെ വീട്ടിൽ മാമ്പഴം വരും. ഞാൻ ഇന്ന് കഴിച്ച ഈ മാമ്പഴത്തിന്റെ ഒക്കെ വിത്ത് മണ്ണിലേക്ക് വെക്കും. സാറ പറഞ്ഞതുപോലെ തന്നെ തന്റെ വീട്ടിന്റെ മുമ്പിലെ ആ മാമ്പഴത്തിന്റെ വിത്ത് നട്ടുവെച്ചു. ദിവസവും കുഞ്ഞു സാറ അവിടെ വന്ന് വെള്ളമൊഴിക്കാനും തുടങ്ങി. സാറ ഇത്രയധികം ശ്രദ്ധിച്ചത് കൊണ്ട് അവിടെ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു ചെടി വളർന്നു വന്നു. 1 മാസത്തിനകം തന്നെ ആ കുഞ്ഞു ചെടി വലിയ മരമായി.
പക്ഷെ കുറേ ദിവസം കഴിഞ്ഞിട്ടും ആ മാമ്പഴ മരത്തില് ഒരു മാമ്പഴവും വന്നില്ല. അമ്മ എന്താ അമ്മ ഇത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തി, പക്ഷെ ഇതുവരെയും ഒരു മാമ്പഴം പോലും പിടിച്ചില്ലല്ലോ. സാറ, നീ സങ്കടപ്പെടേണ്ട മോളെ. നീ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും ഈ മരത്തിൽ ഒരു ദിവസം നിറയെ മാമ്പഴങ്ങൾ പിടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് മീനുക്കുഴി സാറെ ദിവസവും സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതേസമയം മീനുക്കുഴിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ലൂസിപ്രാവും റാണിക്കാക്കയും വന്നു. മീനു, ഞാൻ കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു, നിന്റെ വീട്ടിന് മുമ്പിലെ മാമ്പഴത്തിൽ ഒരു കായും പിടിക്കുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, അത് വെട്ടിക്കള, ഞാൻ എത്ര വേണമെങ്കിലും കാശ് തരാം. അങ്ങനെ രണ്ട് പറവകളും മീനുക്കുഴിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം സാറ ആ ഒരു മാമ്പഴത്തെ നോക്കി കരയാൻ തുടങ്ങി. മാമ്പഴമേ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഒരു കനിയും തരാത്തേ? അതും പറഞ്ഞ് സാറ അന്ന് ഒന്നും കഴിക്കാതെ ആ മാമരത്തിന്റെ അടുത്തിൽ തന്നെ ഇരുന്നു. മാവുമരമേ, നീ പറ, എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഞാൻ ശരിയാക്കാം. അതും പറഞ്ഞ് മാമരത്തോട് പറഞ്ഞു സംസാരിച്ച് സാറ അവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. തന്റെ കുഞ്ഞു മോള് ഇത് കഷ്ടപ്പെടുന്ന കണ്ട് മീനുക്കുരി വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. ആ മാമ്പഴത്തില് നിറയെ മാമ്പഴങ്ങൾ പിടിക്കാൻ തുടങ്ങി. അമ്മേ, എന്താ അമ്മേ ഇത്? ഒറ്റയടിക്ക് എങ്ങനെയാ ഇത്ര അധികം മാമ്പഴം പിടിച്ചത്? കുഞ്ഞിക്കുരുവി, നീ എന്നെ വളരെ നല്ല രീതിയിലാ നോക്കിയിരുന്നത്. ഞാൻ ഒരു മാമ്പഴം പോലും തരാത്ത സമയത്തും നീ എന്നോട് വളരെ നല്ല രീതിയിലാ പെരുമാറിയത്. അതുകൊണ്ട് നീ എന്റേന്ന് എത്ര അധികം മാമ്പഴം പറഞ്ഞാലും ഈ മാമ്പഴത്തില് മാമ്പഴം കുറേ ഇല്ല. അങ്ങനെ പറഞ്ഞ് ആ മാവുമരം സാറയ്ക്ക് കൂടെ നിറയെ മാമ്പഴങ്ങൾ കൊടുത്തു. സാറയും മീനുക്കുരുവിയും ആ മാമ്പഴം എടുത്ത് ചന്തയിലേക്ക് പറന്നുപോയി. ചന്തയിൽ നിറയെ പറവുകൾ മീനുക്കുരുവിയുടെ ടേസ്റ്റിയായ മാമ്പഴങ്ങൾ വാങ്ങി കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മീനുക്കുരുവിക്ക് ഒരുപാട് കാശ് ലഭിച്ചു. ആ കാശും വെച്ച് മീനുക്കുരുവി ഒരു വലിയ മാവ് തോട്ടം വിലക്ക് വാങ്ങി. ആ സമയം അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന ലൂസിപ്രാവും റാണിക്കാക്കയും നല്ലൊരു പാഠം പഠിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വലിയ പണക്കാരനൊന്നും പാവങ്ങളെന്നുള്ള വ്യത്യാസം നമ്മള് ആരുടെ ഇടയിലും കാണിക്കാൻ പാടില്ല. പണക്കാരനും പാവപ്പെട്ടവനല്ല, നമ്മളെ എല്ലാവരും ഒരേപോലെയാണ് കാണേണ്ടത്.